അല്ല, ഒരു പോലീസ് ഒരു കേസിൽ ഒരാളെ ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിയാവുകയോ കുറ്റക്കാരനാവുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം പ്രതിപട്ടികയിൽ പോലും ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല. ഒരാളെ ഒരു കേസിൽ കോടതി ശിക്ഷിച്ചാലാണ് അദ്ദേഹം കുറ്റക്കാരനാവുക. ഇവിടെ അദ്ദേഹത്തെ ഒരു പ്രതിയായിട്ട് പോലും പോലീസ് ചേർക്കാതെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്തു എന്നത് മാത്രമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പ്രതിയാണെന്നോ അദ്ദേഹം കുറ്റക്കാരനാണെന്നോ എവിടെയും ആരും കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത വിവാദങ്ങൾ മാത്രമാണ്. അവർക്ക് വർഷങ്ങളായി അവിടെ സ്ഥിരം VC ഇല്ലാതിരുന്നപ്പോൾ അവർക്ക് ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2 മാസമായപ്പോഴാണ് സ്ഥിരം VC ഇല്ല എന്നുള്ള ബോധ്യം പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ബോധ്യം ചിലർക്കൊക്കെ ഈ 2 മാസത്തിനിടയിൽ ഉണ്ടായതിൽ സന്തോഷം. നമുക്കതിനെ സംബന്ധിച്ച് കാലടി സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും സ്ഥിരമായിട്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. നിലവിൽ ഗിഫ്റ്റ് സിറ്റിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല. ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് പൂർണ്ണമായിട്ടും അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനം സ്ഥലം ഏറ്റെടുക്കാനും സ്ഥലം ഈ പദ്ധതിക്കായിട്ട് കൈമാറാനും സന്നദ്ധമാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് സിറ്റി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അല്ലാത്ത പക്ഷം മറ്റേതെങ്കിലും പദ്ധതികൾ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ആലോചനയും നടക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ചില സ്കീമുകളുണ്ട്. ഉദാഹരണത്തിന് ഭവ്യ പദ്ധതിയുണ്ട്. ഭവ്യ പദ്ധതിയുടെ കീഴിലാണെങ്കിൽ പോലും നമുക്ക് ഈ പ്രദേശത്തെ ഈ ഭൂമി ഏറ്റെടുത്ത് അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭവ്യ സ്കീമിലായാലും ഗിഫ്റ്റ് സിറ്റി പദ്ധതിയിലായാലും നമുക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ നമ്മൾ ഈ ഭൂമി ഏറ്റെടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. അതാ പറഞ്ഞ എങ്ങനെയും നമുക്കത് ആളുകളുടെ ആശങ്ക ഒഴിവാക്കണം, എങ്ങനെയും നമുക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോകണം, ജനങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം, മുഖ്യമന്ത്രിയുമായിട്ടും ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് സ്കീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിൽ നമുക്കിത് ഈ പദ്ധതി നടത്താമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ പല സ്കോളർഷിപ്പുകളുടെയും കാര്യത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതെല്ലാം സർക്കാർ ചർച്ച ചെയ്ത് കൃത്യമായിട്ട് പരിഹാരം ഉണ്ടാക്കും. നമ്മൾ ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടപടികളൊക്കെ പൂർത്തീകരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്കാണ് നമ്മൾ സ്കീമിൽ പരിഷ്കരണം നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും അത് വരും വർഷങ്ങളിൽ അടുത്ത വർഷത്തേക്ക് നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ FIUGPയുടെ ഒരു റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറേ കൂടി വിപുലമായി എല്ലാ വിഭാഗം ആളുകളോടും ചർച്ച ചെയ്ത്, അതായത് വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക പ്രതിനിധികൾ, അതുപോലെ മാനേജ്മെൻറ്റുകൾ, അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ആണ് നമ്മൾ FIUGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പദ്ധതിയിൽ കൊണ്ടുവരും. അപ്പോൾ അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം. അതെ, അതിലൊക്കെ അവ്യക്തത നിലവിലുണ്ട്. ആ അവ്യക്തതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നതും. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. അതിൻ്റെ നടപടികളിലേക്കൊക്കെ ആവുന്നതേ ഉള്ളൂ. അല്ല, അത് കൃത്യമായിട്ട് 100 ദിന പരിപാടിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അതെല്ലാം പുരോഗമിക്കുകയാണ്.
അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈ പോളിടെക്നിക് ITI പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് +2 പഠനം കൂടാതെ തന്നെ അവർക്ക് ഡിഗ്രി പ്രവേശനത്തിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യം. അത് വളരെ നാളുകളായി നിലനിന്നിരുന്ന ഒരു ഡിമാൻഡായിരുന്നു. എന്തായാലും ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ ആ വിഷയം ചർച്ചയ്ക്ക് വരികയും അത് നിർദ്ദേശങ്ങൾ കൗൺസിൽ ഗവൺമെൻറ്റിന് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് സംബന്ധിച്ചിട്ടുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഗവൺമെൻറ് അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയും 10ാം ക്ലാസ്സിന് ശേഷം പോളിടെക്നിക് ITI കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അത് മാത്രവുമല്ല, ഇത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ നിഷ്കർഷിച്ചിട്ടുള്ള നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് വൊക്കേഷണൽ പഠനവും അതുപോലെ സ്കൂൾ പഠനവും അത് എല്ലാം ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികൾക്ക് മാറുന്നൊരു സ്റ്റുഡൻറ്റ് മൊബിലിറ്റിയും ക്രെഡിറ്റ് ട്രാൻസ്ഫറും ക്രെഡിറ്റ് അക്യൂമുലേഷൻ്റെയും ഒക്കെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇത് തുറന്നു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ 3 വർഷത്തെ ഡിപ്ലോമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് തന്നെ ഡിഗ്രി പ്രവേശനത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ITIയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് നേരിട്ട് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇനി അതാത് സർവകലാശാലകൾക്ക് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അടുത്ത വർഷം മുതൽ അങ്ങനെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് അതിൻ്റെ എലിജിബിലിറ്റി ഇപ്പോൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഓരോ സർവകലാശാലകൾക്കും ഓരോ കോഴ്സിനെ സംബന്ധിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് സർവകലാശാലകൾ അത് അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് കടക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ബേസിക് യോഗ്യതയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ഉത്തരവിലൂടെ അനുവദിച്ചിരിക്കുന്നത്. മറ്റ് മാനദണ്ഡങ്ങളൊക്കെ അതാത് സർവകലാശാലകൾ അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാണ്. അത് വരും വർഷത്തേക്ക് അടുത്ത അക്കാഡമിക് ഇയറിന് മുന്നായി അതിനുള്ള നടപടികൾ സർവകലാശാലകൾ സ്വീകരിക്കും. അത് നമുക്ക് പോലീസും വളരെ നിരവധിയായിട്ടുള്ള പരാതികൾ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അത് ഗവൺമെൻറ് അതിനകത്ത് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ പ്രത്യേകിച്ച് പോലീസ് ആഭ്യന്തര വകുപ്പുമൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് സ്വീകരിക്കേണ്ടതായ നടപടികളുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതെല്ലാവരും അതാ പറഞ്ഞത്, അത് കൂടിയാലോചിച്ച് ഗവൺമെൻറ് അതിനകത്ത് കൂടിയാലോചിച്ച് പ്രത്യേകിച്ച് അത് ആഭ്യന്തര വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നൊരു വിഷയമാണ് പ്രധാനമായിട്ടും. അത് കൂടിയാലോചിച്ച് ആഭ്യന്തരമന്ത്രിയൊക്കെ തന്നെ അക്കാര്യത്തിൽ കൃത്യമായിട്ട് തീരുമാനങ്ങൾ പറയും.